മുങ്ങിമരണങ്ങൾ ഏറിവരുന്ന സാഹചര്യത്തിലാണ് സ്വിം തരൂർ പദ്ധതി എന്ന ആശയം തരൂർ MLA PP സുമോദിന്റെ മനസ്സിലുദിക്കുന്നത്. 2022 പരിശീലന പദ്ധതിക്ക് തുടക്കമായി. 4ാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ 200-ലധികം കുട്ടികളാണ് പരിശീലനത്തിനെത്തുന്നത്. വേനലവധി സമയത്താണ് സ്വിം തരൂർ പദ്ധതി വഴിയുള്ള സൗജന്യ പരിശീലനം. സ്വിം തരൂർ 4ാം ഘട്ടം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. മണ്ഡലത്തിലെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 4 വർഷം മുമ്പ് ആരംഭിച്ച സ്വിം തരൂർ ഇന്ന് 1000-ഓളം കുട്ടികൾക്ക് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ വിജയകരമായ നീന്തൽ പരിശീലനം പൂർത്തീകരിച്ചു. പ്രധാനമായും 6 മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികളെ ലക്ഷ്യമിട്ടാണ് പദ്ധതി. എന്നാൽ യൂണിഫോം ജോലി ലക്ഷ്യമിടുന്ന ഉദ്യോഗാർത്ഥികൾക്കും കായിക പരീക്ഷയെ നേരിടാൻ പരിശീലനം നൽകി വരുന്നു. നാട്ടിൻ പുറത്തെ കുളങ്ങൾ കേന്ദ്രീകരിച്ച് മണ്ഡലത്തിൽ 4 ഇടങ്ങളിലായാണ് പരിശീലനം. നീന്തൽ പഠിക്കാൻ അവസരം ലഭിച്ചതോടെ കുട്ടികൾക്കും സന്തോഷം. ഏകദേശം കറക്റ്റായി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. വെക്കേഷൻ ഒന്നും കൂടി വെക്കേഷൻ കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റും. ചാടാനും നീന്തലൊക്കെ ഇത്തിരി പേടിയില്ല, പോയി പഠിക്കാൻ പറ്റി. വിമുക്ത ഭടൻ ഉണ്ണികൃഷ്ണനും മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സ്മിനേഷുമാണ് നീന്തൽ പരിശീലനത്തിന് ചുക്കാൻ പിടിക്കുന്നത്. വേനലവധിക്കാലം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യവും പദ്ധതിക്ക് പിന്നിലുണ്ട്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.